ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഒന്നാം തരം അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് ഒരുപാട് നാളത്തേനൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഈ അമ്പഴങ്ങ. ഇതൊക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ആദ്യം തന്നെ നമ്മൾ അമ്പഴങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് പറിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നേ. അപ്പോൾ നമ്മൾ അമ്പഴങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരുക്കിയെടുക്കണം. ഒരുക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവേ. ഇത് ഒരുപാട് മൂത്ത് പോയതല്ല കേട്ടോ, അത്യാവശ്യം വിളഞ്ഞു വന്ന അമ്പഴങ്ങയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും അമ്പഴങ്ങ നമ്മൾ ശകലം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഉപ്പിലിടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ അമ്പഴങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അച്ചാറിടാനായിട്ട് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. നമ്മൾ ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചെടുത്ത് രണ്ടാക്കി ഒന്ന് കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇഞ്ചിയാണ്, അത്യാവശ്യം ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ്. ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ഇതിടാം. ഒരുപാട് ദിവസം വെക്കാനൊന്നും ഇത് പറ്റത്തില്ല. അപ്പം ഇത് ഉണ്ടാക്കി ഒരാഴ്ചക്കകം കഴിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് അലുത്തു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അമ്പഴങ്ങ എടുത്തത് ഈ തിളച്ച് വന്ന ഈ എണ്ണയിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്ക് ഇതുപോലെ എണ്ണയ്ക്കകത്തിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ. ഇപ്പം നമുക്ക് ഈ അമ്പഴങ്ങ ചെറുതായിട്ട് അരിഞ്ഞും നിങ്ങൾക്ക് അച്ചാറിടാവുന്നതാണ്, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അതേ എണ്ണയിലോട്ട് നമ്മൾ കടുകും ഉലുവയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പുറകെ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാവേ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. നമ്മൾ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇച്ചിരി കട്ടയായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറും അല്ലാത്ത മുളക് പൊടിയും കൂടെ മിക്സ്ഡാണ്. നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികളിലേക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നിങ്ങൾ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് വീഡിയോ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന അമ്പഴങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ അമ്പഴങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ടായിരുന്നു. ഒരുപാടില്ല, എന്നാലും അത്യാവശ്യം ആവശ്യത്തിന് പുളിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വിനാഗിരി ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇത് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഉപ്പും കൂടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ അമ്പഴങ്ങയ്ക്കകത്ത് ഒരു നീരിങ്ങനെ ഇറങ്ങി വരും. അപ്പം നമ്മൾ ഈ അച്ചാറിട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഇത് നോക്കുമ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ടൊരു നീരിറങ്ങി നന്നായിട്ട് ചാറ് പോലെ ആയിക്കോളും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്കിട്ട് ഒരു വെള്ളത്തുണിയും കൊണ്ട് ഇങ്ങനെ മൂടി കെട്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഈ തുണിയൊന്ന് അഴിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയ നീരും അതുപോലെ തന്നെ ആ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ അമ്പഴങ്ങയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അലുത്ത്, എൻ്റെ പൊന്നെ എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല. നല്ല ഈ കണ്ണിമാങ്ങയൊക്കെ ഇങ്ങനെ അച്ചാറിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് ഈ എണ്ണയൊക്കെ ഇങ്ങനെ ഊറി ഇറങ്ങി വരികയില്ലേ, അതുപോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ ഇതുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ഒരു പറ കഞ്ഞി നമ്മൾ കുടിക്കും. അതുപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അമ്പഴങ്ങയൊക്കെ കിട്ടുമ്പോൾ മസ്റ്റായിട്ട്
ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴാണ് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത്. ഞാനൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ കണ്ടോ, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നീര് ഇറങ്ങി വരുന്നത് കണ്ടോ. ഇതുപോലെയാണ് കേട്ടോ നീരൊക്കെ ഇറങ്ങി വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.